നമ്മൾ തയ്ച്ചെടുത്ത ചുരിദാർ ആയിക്കോട്ടെ, കുർത്തി ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് വശം എത്രയൊക്കെ ഷേപ്പ് ഒത്തുവതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഇതേപോലെ ചുളിഞ്ഞ് നിൽക്കും. നമ്മൾ ചിലപ്പോൾ വേസ്റ്റ് റൗണ്ടൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ കൂടെ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണവും അതിനുള്ള പരിഹാരവുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമുക്ക് അതിൻ്റെ പരിഹാരം ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചുരിദാറിൻ്റെ തയ്യൽ വരുന്ന ആ ഭാഗം എടുത്തു വെക്കുക, തിരിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ നിവർത്തിയിടുക. ഇനി നമ്മൾ ആ ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മൾ ആ ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു മീഡിയം ഹൈറ്റ് വരെ ഉള്ള ഒരാൾക്ക് 13, 13.5 ഓക്കെയാണ്. സ്വല്പം കൂടെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് 14 നമുക്ക് ഷേപ്പ് ലെങ്തായിട്ട് കൊടുക്കാം. ബാക്ക് സൈഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഈ മാർക്കിങ് കൊടുത്ത ശേഷം ആ പോയിന്റിൽ നിന്നും റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും 3.5 വീതം, 3.5 ലെഫ്റ്റ് സൈഡിലേക്കും 3.5 റൈറ്റ് സൈഡിലേക്കുമായിട്ട് മാർക്ക് ചെയ്യാം. ഇനി വണ്ണം കുറവുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 3 കൊടുത്താലും മതി. വണ്ണം ഇത്തിരി കൂടെ ഉള്ള ഒരാളാണെങ്കിൽ 4 കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും മുകളിലേക്കും താഴേക്കുമായിട്ട് ഒരു 4.5 വീതം ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ലെങ്ത് 9 ഇഞ്ച്. ഇനി കൃത്യമായിട്ട് അതെങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പോയിന്റ് ലെങ്ത് ഉണ്ടല്ലോ, ബസ്റ്റിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്ലിറ്റ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് മുകളിൽ വരെ ആ ലൈൻ വന്ന് നിന്നേച്ചാൽ മതി. ഇനി ഈ ലൈൻസിനെ എല്ലാം ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലും ഇതേ ലൈൻ കറക്റ്റാക്കി വരച്ചെടുക്കുക. ഇനി നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ സെൻറ്റർ, അവിടെ നിന്ന് അതിൻ്റെ ആവശ്യമായ വിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ആ ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും 1/2 ഇഞ്ച് അപ്പുറത്തേക്കും, ലെഫ്റ്റ് സൈഡിലേക്കും 1/2 ഇഞ്ച്, റൈറ്റ് സൈഡിലേക്കും 1/2 ഇഞ്ച്. ഇതാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അത്രയും ഷേപ്പ് ആക്കേണ്ട, കുറച്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചിന് പകരം 1/4 ഇഞ്ചൊക്കെ കൊടുത്താലും മതി. ഇനി ചെയ്യേണ്ടത് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. മുകളിലത്തെ ലൈനും ഈ സെൻറ്റർ ഭാഗവും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എല്ലായിടവും കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും കാര്യം ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇത്രയും നേരം കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, ബാക്ക് ഡാർട്ട് അല്ലെങ്കിൽ ടക്കിനെ കുറിച്ചാണ്. ചിലർ ബാക്കിൽ ടക്കിടാതെ സൈഡ് കൊണ്ട് കുറച്ചെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സൈഡിൽ ചുളുക്കം കൂടി വരാറുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ എൻ്റെ മാർക്കിങ് മേക്കോ എന്നായിപ്പോയിട്ടുണ്ട്. പക്ഷേ സാരമില്ല, നമ്മളത് തയ്ക്കുമ്പോഴത്തേക്കിന് സെറ്റാക്കും. നമ്മുടെ ചാനലിൽ ഓൾറെഡി ടക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും മുകളിലത്തെ ആ പോയിൻറ്റിലൊന്ന് പിടിക്കുക, അതിന് ശേഷം ഏറ്റവും താഴത്തെ ആ പോയിൻറ്റിലൊന്ന് പിടിക്കുക. എന്നിട്ട് കണ്ടോ, ഇതേപോലെ ക്ലോത്തിനെ എടുക്കുക. ഇപ്പം നമുക്ക് ആ ലൈനായിട്ടുള്ള സംഭവം കിട്ടും. ഇനി നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ലൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇത് കണ്ടു, ഇതിനൊരു കുനിപ്പ് പോലെ ഉണ്ട് മാർക്ക് ചെയ്ത്. അപ്പോൾ അങ്ങനെ വരരുത്, നല്ല കേവാക്കി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടവും ലോക്ക് ചെയ്ത് തന്നെ നല്ല നേരിയതാക്കി കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അതായത് നമ്മൾ സിബൊന്നും ഇല്ലാത്ത ഒരു കുർത്തിയോ അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് ടോപ്പോ ഒക്കെ ഇടുന്ന സമയത്ത് തലവഴിയാണല്ലോ ഇതിടുക. അപ്പോൾ ഹിപ്പിൻ്റെ ഭാഗം നന്നായിട്ട് കയറിപ്പോവും, ബസ്റ്റിൻ്റെ അവിടെ നിന്നൊക്കെ താഴേക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോവും. അതേ സമയത്ത് വേസ്റ്റിൻ്റെ ഭാഗം നമ്മുടെ ബസ്റ്റിൽ വന്നിട്ട് ടൈറ്റായിട്ട് ചിലർക്ക് നിൽക്കാറുണ്ട്. അതായത് ബസ്റ്റിൻ്റെ വണ്ണവും വേസ്റ്റിൻ്റെ വണ്ണവും തമ്മിലുള്ള വ്യത്യാസം 3 ഇഞ്ചിനേക്കാൾ കൂടുതലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഡാർട്ട് അല്ലെങ്കിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. നല്ല കംഫർട്ടബിളായിട്ടും നല്ല ഷേപ്പിനും നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഡാർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ബോഡി ടൈപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സ്ലിമ്മാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ ചുളുങ്ങി കിടക്കും. കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ ബാക്കിൻ്റെ നടുവിൻ്റെ അവിടെ കൊണ്ടൊരു വളവില്ലേ, അതേസമയത്ത് വയറിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേനും നമുക്ക് ഒന്നെങ്കിൽ വയറിച്ച് ചാടി ഇരിപ്പുണ്ടായിരിക്കും. അതുപോലെ ഏറ്റവും കുറഞ്ഞത് ഫ്ലാറ്റായിട്ട് നിൽക്കുമല്ലേ ഉള്ളൂ, വളഞ്ഞ് ഉള്ളിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ടാറ്റാ.